എന്തൊക്കെയാണ് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങൾ? അപ്പൊ അതില് പറഞ്ഞു എന്താണ്, എപ്പോഴും ആ പരമാത്മ വസ്തുവിനെ കണ്ട് ആ അനുഭൂതിയിലാണ് ഇരിക്കുന്ന ഒരു സ്ഥിതപ്രജ്ഞൻ. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ച് അദ്ദേഹത്തിൽ നിന്ന് അവിദ്യ പാടെ വിട്ടൊഴിയുന്നാണ് പറയുന്നത്, അല്ലെ? അവിദ്യ തീരെ ഉണ്ടാവില്ല. അപ്പോ ആ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ വ്യവഹാര ദശയിൽ തന്നെ സ്ഥിതപ്രജ്ഞൻ അവിദ്യയിൽ നിന്ന് മുക്തനാണെങ്കിൽ പിന്നെ സമാധി അവസ്ഥയിലെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ നേരത്തെ പറഞ്ഞു ഇന്ദ്രിയ നിഗ്രഹത്തിനെ കുറിച്ച് പറഞ്ഞു, അല്ലെ? ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു. ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക പൂർണ്ണമായും, അതേപോലെ വിഷയങ്ങളിൽ നിന്ന് നിവർത്തിച്ചു പോരുക, ഇതൊന്നും അത്ര എളുപ്പമാണെന്ന് വിചാരിക്കേണ്ട എന്നാണ് പറയുന്നത്. അത്ര എളുപ്പമായി കൊള്ളണമെന്നില്ല എന്ന് അടുത്ത ശ്ലോകത്തില് അതിനെക്കുറിച്ചാണ് ഇനി ഭഗവാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ അടുത്തത് 60-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. 60-ാമത്തെ ചൊല്ലിക്കോളൂ. അൺമ്യൂട്ട് ചെയ്യണം, അൺമ്യൂട്ട് ചെയ്ത് ചൊല്ലി. യദോഹി കൗന്ദേയ പുരുഷസ്യ വിവിഷ്ടിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസവം മനഃ. അർജുനോട് പറയണം, കൗന്ദേയ യതതോഹ്യപി കൗന്ദേയ പുരുഷസ്യ വിഭശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസവം മനഃ. ഹേ കൗന്ദേയ, അല്ലയോ അർജുന, ഈ യതത അപി ഏതൊന്ന് കാരണമായിട്ടാണോ അധ്വാനിക്കുന്നവനും വിപശ്ചിത യജ്ഞം ചെയ്യുന്നവനുമാണെങ്കിലും പുരുഷസ്യ മനഃ പുരുഷന്റെ മനസ്സിനെ പ്രമാദീനി ഇന്ദ്രിയാണി ഇളക്കുന്ന ഇന്ദ്രിയങ്ങള് പ്രസവം ഹരന്തി ബലാത്കരണം അപഹരിക്കുന്നു. ഇതിന്റെ അർത്ഥം ഇതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോ അർജുനോട് പറഞ്ഞ, അർജുന, ഇന്ദ്രിയ നിഗ്രഹത്തെ കുറിച്ചാണ് ഭഗവാൻ കൃഷ്ണൻ ആവർത്തിച്ച് പറയുന്നത്, എടുത്തു പറയുന്ന ഇന്ദ്രിയ നിഗ്രഹത്തെ കുറിച്ചാണ്. അത് വളരെ പ്രധാനമാണെന്ന് പറയും. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കല് വളരെ പ്രധാനമാണ് എന്ന് പറഞ്ഞു. അതെന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ജ്ഞാനം വേണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ജ്ഞാനനിഷ്ഠയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന, ആത്മനിഷ്ഠയ്ക്ക് വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന വിവേകമുള്ള ആളുകളെ പോലും ആ മനസ്സിനെ വിഷയങ്ങൾക്ക് നേരെ തിരിച്ചു കൊണ്ടുവരാൻ, വിഷയങ്ങൾക്ക് നേരെ ആക്കി ആ മനസ്സിനെ ചലിപ്പിക്കാൻ കഴിവുള്ളതാണ് ഇന്ദ്രിയങ്ങൾ എന്നാണ് പറയുന്നത്. ഇന്ദ്രിയങ്ങൾ വളരെ വളരെ ശക്തമാണ്. അപ്പോ ആ ശക്തമായ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. കാരണം ഇല്ലെങ്കിൽ അത് എത്ര തന്നെ ഇപ്പോ ആത്മജ്ഞാനം വേണം, അല്ലെങ്കിൽ ആത്മനിഷ്ഠ വേണം, ബ്രഹ്മനിഷ്ഠ വേണം, അതിനു വേണ്ടി എപ്പോഴും പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ മനസ്സിനെ പോലും വിഷയങ്ങളിൽ നേരെ തിരിച്ചുവിട്ട് ആ മനസ്സിനെ അസ്വസ്ഥമാക്കാൻ കഴിവുള്ളതാണ് ഇന്ദ്രിയങ്ങൾ എന്നാണ് പറയുന്നത്. മനസ്സിലായി? അപ്പൊ ആ മനസ്സിലെ വ്യാകുലത ഉണ്ടാക്കാൻ ശക്തിയുണ്ട് ഇന്ദ്രിയങ്ങൾക്ക്. അതുകൊണ്ടാണ് അതിനെ നിയന്ത്രിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരാള് ജ്ഞാനനിഷ്ഠയിലാണ് ഇരിക്കുന്നതെങ്കിലും, ആത്മനിഷ്ഠനായിരിക്കുന്ന ആളാണെങ്കിലും ഇന്ദ്രിയങ്ങൾ പൂർണ്ണമായിട്ടും കൺട്രോൾഡ് ആയി എന്ന് വരില്ല എന്നാണ് പറയുന്നത്. അതത്ര എളുപ്പമല്ല എന്നാണ് പറയുന്നത്. അപ്പോ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കണം. അതാണ് പൂർണ്ണമായ ഇന്ദ്രിയ നിഗ്രഹം സാധ്യമാകണം എന്നാണ് പറയുന്നത്. കാരണം അത് സാധിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? സ്ഥിതപ്രജ്ഞത്വം സംഭവിക്കില്ല. കാരണം ഈ ഇന്ദ്രിയങ്ങള് ഇടയ്ക്ക് ഈ വ്യക്തിയുടെ മനസ്സിനെ വിഷയങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകും. അത്രയും ശക്തമാണ് ഇന്ദ്രിയങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് വേണം? ഇനി ഉണരാത്ത രീതിയിൽ അതിനെ നിഗ്രഹിക്കണം, അത്രയ്ക്ക് കൺട്രോൾ ചെയ്യണം, പിടിച്ചു കിട്ടണം എന്നാണ് പറയുന്നത്. എങ്കിലേ സ്ഥിതപ്രജ്ഞത്വം സാധിക്കുള്ളൂ. സ്ഥിതപ്രജ്ഞത്വം മനസ്സിലായല്ലേ? എപ്പോഴും ആ ആത്മ അനുഭൂതിയിൽ അങ്ങനെ കഴിയുന്ന ആള്, മറ്റൊന്നിനാലും ചലിക്കപ്പെടാതെ, ഇളകപ്പെടാതെ, അസ്വസ്ഥനാവാതെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് സ്ഥിതപ്രജ്ഞത്വം എന്ന് പറയുന്നത്. അപ്പൊ അത് സാധിക്കണമെങ്കിൽ ഇന്ദ്രിയ നിഗ്രഹം പൂർണ്ണമാവണം എന്നാണ് പറയുന്നത്. അപ്പൊ അത് സാധ്യമാകാത്തിടത്തോളം കാലം സ്ഥിതപ്രജ്ഞത്വം സംഭവിക്കില്ല. ഇപ്പോ നമ്മള് ആസനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, ഹഠയോഗം, അല്ലെ? അതൊക്കെ നമ്മൾ ചെയ്യുന്നു. അതേപോലെ തന്നെ ചിലപ്പോ കുറെ കൂടി
കഠിനമായ സാധനങ്ങളൊക്കെ ചെയ്ത് സാധന ചെയ്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ പ്രകാരത്തില് മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും അല്ലെ? പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കുറച്ച് സമയത്തേക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും, പ്രാണനെ നിയന്ത്രിക്കാനായിട്ട് പറ്റും. പക്ഷേ അങ്ങനെ കുറച്ച് സമയം കൊണ്ട് നിയന്ത്രിച്ചത് കൊണ്ട് ഇന്ദ്രിയ നിഗ്രഹം സംഭവിക്കില്ല എന്നാണ്. അപ്പൊ കുറച്ച് സമയത്ത് മനസ്സിനെയൊക്കെ നിയന്ത്രിക്കാൻ നമുക്കും പറ്റാറുണ്ട് അല്ലെ? ശരിയല്ലേ? നമ്മൾ എല്ലാവരും നിയന്ത്രിക്കട്ടെ, കുറച്ച് സമയത്തേക്ക് സാധിക്കുന്നുണ്ട് അല്ലെ? ഒന്നുകിൽ സാധന ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിനൊരു നിയന്ത്രണം വരുന്നുണ്ട് നമ്മൾക്ക്. പക്ഷേ അത് ഇന്ദ്രിയ നിഗ്രഹമാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കുറച്ച് സമയത്തേക്ക് അതൊക്കെ സാധിച്ചു എന്ന് വരാം. ചിലപ്പോ കഠിനമായ സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ കുറച്ച് സമയത്തേക്ക് മനസ്സിനെ പ്രാണശക്തിയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള ഇന്ദ്രിയ നിഗ്രഹം സാധിക്കില്ല, സ്ഥിതപ്രജ്ഞത്വം സാധിക്കില്ല എന്നാണ്. അത് അത്ര എളുപ്പമല്ല എന്നാണ് പൂർണ്ണമായിട്ടുള്ള ഇന്ദ്രിയ നിഗ്രഹം. അപ്പൊ എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തത് അർജുനെ ഉപദേശിക്കുന്നതാണ് എങ്ങനെയാണ് ഇനി ഇതിനെ നിയന്ത്രിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. അതത്ര എളുപ്പമല്ല എന്ന് നേരത്തെ പറഞ്ഞു. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കൽ അത്ര എളുപ്പമല്ല. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇനി സ്ഥിതപ്രജ്ഞനാവണം എന്ന ആഗ്രഹമുള്ള ആള്, കം വാട്ട്മ, എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഇളക്കം തട്ടാത്ത അവസ്ഥ, കാരണം സ്ഥിതപ്രജ്ഞത്വം, അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം? തുടക്കം മുതലേ ഇന്ദ്രിയങ്ങളെ വശീകരിക്കണം എന്നാണ് പറയുന്നത്. തുടക്കം മുതൽ തന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ടുള്ള എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കണം. അതാണ് അടുത്ത പദ്യത്തിൽ, അടുത്ത ശ്ലോകത്തില് അർജുനനെ ഉപദേശിക്കുന്നതാണ്. 61-ാമത്തെ ശ്ലോകം അതാണ് സൂചിപ്പിക്കുന്നത്. പറഞ്ഞോളൂ, ചൊല്ലിക്കോളൂ. 61-ാമത്തെ ശ്ലോകം അൺമ്യൂട്ട് ചെയ്യണം. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേ ഹി യസ്യേന്ദ്രിയാണി പ്രജ്ഞാ പ്രതിഷ്ഠിത. തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേ ഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. താനി സർവാണി, അപ്പോ ഇന്ദ്രിയങ്ങള് നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളവയാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഇന്ദ്രിയങ്ങളെയും സംയമ്യ എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ അടക്കി നിയന്ത്രിച്ച് ധ്യാനനിഷ്ഠനായിട്ട് മത്പര യുക്ത ആസീത എന്ന് പറഞ്ഞാൽ ആത്മാവായി വർത്തിക്കുന്ന എന്നെ തന്നെ ഭാവന ചെയ്ത് ആത്മാനന്ദം അനുഭവിച്ച് കഴിഞ്ഞുകൂടണം എന്നാണ് പറയുന്നത്. ഒരു അനുഷ്ഠാനമാണ്, ഒരു സാധനാനുഷ്ഠാനമാണ് പറയുന്നത്. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയണം. എന്താ കാരണം, എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് ചോദിച്ചു കഴിഞ്ഞാൽ, ആരുടെ ഇന്ദ്രിയങ്ങളാണോ പൂർണ്ണമായിട്ടും നിയന്ത്രിതങ്ങളായിരിക്കുന്നത്, തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത, അയാളുടെ പ്രജ്ഞ പ്രതിഷ്ഠിതമായി ഉപയോഗിക്കുന്നു, അയാൾക്കാണ് സ്ഥിതപ്രജ്ഞത്തെ സാധിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കൽ അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ എളുപ്പമല്ലാത്ത എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്കി ധ്യാനം ചെയ്യണം, ധ്യാനനിഷ്ഠനായിട്ടിരിക്കണം. ആരെയാണ് ധ്യാനത്തിൽ ഭാവന ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, കൃഷ്ണൻ പറഞ്ഞത് എന്നെ തന്നെ ഭാവന ചെയ്യൂ. അപ്പൊ ഞാൻ ആരാണ് ഇവിടെ? ആത്മാവായി വർത്തിക്കുന്ന എന്നാണ് പറയുന്നത്. ആത്മാവായിരിക്കുന്ന എന്നെ തന്നെ ഭാവന ചെയ്ത് ആത്മാനന്ദം അനുഭവിച്ചു കഴിഞ്ഞുകൂടണം എന്നാണ് പറയുന്നത്. എപ്പോഴും ഒരു ആത്മാനന്ദം, ആത്മാനുഭൂതി. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ആരുടെയാണോ ഇന്ദ്രിയങ്ങൾ പൂർണ്ണമായും നിയന്ത്രിതങ്ങളായി തീർന്നിരിക്കുന്നത്, അയാളുടെ പ്രജ്ഞ പ്രതിഷ്ഠിതമായി ഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പോ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല, പക്ഷെ സ്ഥിതപ്രജ്ഞത്വം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചെയ്യാനുള്ള ഒരു സാധനാനുഷ്ഠാനാണിത്. എന്താണ്? ഇന്ദ്രിയങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്ത് ധ്യാനത്തിലിരിക്കുക. ധ്യാനത്തിൽ ആരെയാണ് ഭാവന ചെയ്യേണ്ടത്? ആത്മാവായിരിക്കുന്ന ഭഗവാനെ തന്നെ ധ്യാനം ചെയ്യുക. എന്നിട്ട് ആത്മാനന്ദം അനുഭവിച്ചു കഴിഞ്ഞുകൂടണം എന്നാണ് പറയുന്നത്. അപ്പൊ ആരുടെ ഇന്ദ്രിയങ്ങളാണോ പൂർണ്ണമായും കൺട്രോൾഡ് ആയിരിക്കുന്നത്, അയാള് പ്രതിഷ്ഠിതനാണ്. അപ്പോ ഈ സത്യബോധം അല്ലെ, സത്യം, അതിൽ നിന്ന് മനസ്സ് വിട്ടുപോകാതിരിക്കാൻ എന്ത് വേണം? ജ്ഞാനേന്ദ്രിയങ്ങളെയും അടക്കണം, കർമ്മേന്ദ്രിയങ്ങളെയും അടക്കണം എന്നാണ് പറയുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങള് അറിയാലോ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ അറിയാം. അതേപോലെ 5 കർമ്മേന്ദ്രിയങ്ങളുണ്ട് നമ്മൾക്ക്. ഇതിനെ ഈ 10 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കണം, അടക്കി. പിന്നെന്ത് ചെയ്യണം? മനസ്സിനെ
ആത്മനിഷ്ഠനാക്കണം, എന്നിട്ട് വളരെ കാലം സമാധി പരിശീലിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത്ര എളുപ്പത്തിൽ ഇത് സാധിക്കില്ല എന്ന് പറയുന്നത്. അപ്പൊ വളരെ കാലം സമാധി പരിശീലിക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുക? ആ സത്യബോധത്തിൽ തന്നെ മനസ്സ് പിടിച്ചു നിൽക്കാൻ ഇടവരും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുക? അതിങ്ങനെ വിട്ടുപോയിക്കൊണ്ടേയിരിക്കും. ആത്മബോധത്തിൽ, സത്യബോധത്തിൽ നിന്ന് മനസ്സ് പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിനെ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല എന്നാണ് പറയുന്നത്. അതിനുള്ള മാർഗങ്ങളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സമാധി പരിശീലിക്കണം. അപ്പൊ കർമ്മേന്ദ്രിയങ്ങളെ, ഇന്ദ്രിയങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ അടക്കിയിട്ട് വേണം, കൺട്രോൾ ചെയ്തിട്ട് വേണം സമാധി പരിശീലിക്കാൻ. അപ്പൊ സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് ഇരിക്കുക എന്നുള്ളത് ചോദിച്ചു അല്ലെ? അപ്പൊ അതിനുള്ള മറുപടിയാണ് യഥാർത്ഥത്തിൽ ഇത്. കാരണം സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് സമാധി പരിശീലിക്കും എന്നാണ് പറയുന്നത്. മനസ്സിനെ ആത്മനിഷ്ഠമാക്കി സമാധി പരിശീലിച്ചുകൊണ്ടിരിക്കും. ഇനി അർജുനന് ഈ സ്ഥിതപ്രജ്ഞത്വം വേണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് വേണം? ഈ രീതിയിൽ സമാധി പരിശീലിക്കണം എന്നാണ് പറയുന്നത്. സമാധി പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഈ സമാധി പരിശീലിച്ചു കഴിഞ്ഞാൽ അർജുനനും സ്ഥിതപ്രജ്ഞത്വം കൈവരാനായിട്ട് സാധിക്കും എന്ന് പറയാം. ഇനി എന്തുകൊണ്ടാണ് സമാധി പരിശീലിക്കണം എന്ന് പറയുന്നത്? അത് ചെയ്തിട്ടില്ലെങ്കിൽ, മനസ്സിന് സത്യം അനുഭവിച്ചിട്ടില്ലെങ്കിൽ, സത്യാനുഭവം എന്താണെന്നറിയാത്ത മനസ്സ് അതെന്ത് സംഭവിക്കും? അത് ക്രമത്തിൽ അത് ഉയരുന്നതിന് പകരം താഴുകയാണ് ചെയ്യുക എന്നാണ് വരുന്നത്. അപ്പൊ അങ്ങനെ സത്യാനുഭവം മനസ്സിനുണ്ടായിട്ടില്ലെങ്കിൽ അത് താഴേക്ക് പതിക്കാൻ ഇടവരും. എന്നിട്ട് താഴേക്ക് പതിച്ച് അതിന് എന്താ സംഭവിക്കുക എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയും. അപ്പൊ നേരത്തെ പറഞ്ഞു സ്ഥിതപ്രജ്ഞത്വം വേണം അല്ലെ? സ്ഥിതപ്രജ്ഞനായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങളാണ് നേരത്തെ പറഞ്ഞത്. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഒരു ഇളക്കം തട്ടാത്തത്. ഇനി ആ സ്ഥിതപ്രജ്ഞത്വം എങ്ങനെ നേടാം എന്നുള്ളതിനെ കുറിച്ച് അതിന്റെ പരിശീലന ക്രമവും പറഞ്ഞു കൊടുത്തു. ഇനി അത് ചെയ്യാത്ത ആൾക്ക് ഈ ആത്മാനുഭവം ഇല്ലെങ്കിൽ ആ മനസ്സിന് എന്ത് സംഭവിക്കും? ആത്മാനുഭൂതി സംഭവിച്ചിട്ടില്ലെങ്കിൽ, അത് സാധിച്ചിട്ടില്ലെങ്കിൽ, അങ്ങനെയുള്ള ആളുകളുടെ മനസ്സിന് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ഇനി അടുത്തത് പറയാനായിട്ട് 62-ാമത്തെ ശ്ലോകത്തില് അതിനെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. 62-ാമത്തെ ശ്ലോകം ചൊല്ലിക്കൊള്ളൂ. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷുപജായതേ സംഗാത് സഞ്ജായതേ കാമാത് ക്രോധോഭിജായതേ. അതാണ് സംഭവിക്കുക മനസ്സിന് അല്ലെ? ആത്മാനുഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ, ആ ആത്മാനുഭൂതി മനസ്സിന് സാധിച്ചിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് പറയാൻ നേരത്തെ പറഞ്ഞു. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷുപജായതേ സംഗാത് സംജായതേ കാമാത് ക്രോധോഭിജായതേ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം ആത്മാനുഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ ആ മനസ്സ് എന്താ ചെയ്യുക? വിഷയങ്ങളിലേക്ക് പോകും. വിഷയങ്ങളെ കുറിച്ച് ആലോചിക്കും. ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ചാണ് ആലോചിക്കുക. അതാണ് വിഷയാൻ ധ്യായത പുംസഃ. വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ വിഷയങ്ങള് അല്ലെ? എന്താണ്? ദൃശ്യം, ശബ്ദം തുടങ്ങിയ കാര്യങ്ങൾ. ആ ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്, പുംസഃ മനുഷ്യന് എന്താ സംഭവിക്കുക? തേഷു സംഘ ഉപജായതേ. അപ്പൊ ഏത് വിഷയത്തെ കുറിച്ചാണോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിഷയങ്ങളില് ഒരു പ്രീതി വരും, ആസക്തി ഉണ്ടാവും എന്നാണ് പറയുന്നത്. സംഘം ഉണ്ടാവും, അതിനോട് സംഘം ഉണ്ടാവുന്നു, അതിനോടൊരു അറ്റാച്ച്മെന്റ്, ഒരു പ്രീതി വരുന്നു, ഒരു ആസക്തി ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ സംഘം ഉണ്ടാവും. ഏത് വിഷയത്തെ കുറിച്ചാണോ നമ്മൾ ആലോചിക്കുന്നത് ആ വിഷയത്തിനോട് ഒരു സംഘം ഉണ്ടാവും. ഇനി അതിൽ നിന്ന് സംഘം ഉണ്ടായാൽ എന്താ ഉണ്ടാവുക? സംഘാത് കാമ സംജായതേ. ആ സംഘം വന്നു കഴിഞ്ഞാൽ, അതിനോടൊരു പ്രീതി വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കാമം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ തൃഷ്ണ, ആഗ്രഹം, ശക്തമായ ആഗ്രഹം ഉണ്ടാവും. അതെനിക്ക് സ്വന്തമാക്കണം, അതെനിക്ക് വേണം എന്നുള്ള ആഗ്രഹം അതിൽ നിന്ന് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇനി അതാണ് കാമം. ഇനി കാമം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? കാമത്തിൽ നിന്ന് കാമാത് ക്രോധ അഭിജായതേ എന്നാണ്. കാരണം ആ ആഗ്രഹം വന്നു, ആ സാധനം സ്വന്തമാക്കണം എന്നുള്ള, ആ വസ്തു സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം വന്നു. ഇനി ആ ആഗ്രഹം ഒരുപക്ഷെ നമുക്ക് നേടാൻ തടസ്സമായിട്ട് പലതും ഉണ്ടാവും. ചിലപ്പോൾ ആ ആഗ്രഹം നേടാനായിട്ട് ചില ആളുകളായിരിക്കും അതിന് തടസ്സം നൽകുക. അപ്പൊ എന്താ സംഭവിക്കുക? അവരോട് കോപമുണ്ടാവും, ദേഷ്യമുണ്ടാവും. അതാണ് കാമാത് ക്രോധോഭിജായതേ. കാമത്തിൽ നിന്ന്, ആഗ്രഹങ്ങളിൽ നിന്ന് ദേഷ്യമുണ്ടാവും. എങ്ങനെ ദേഷ്യം ഉണ്ടാവുക? ആ ആഗ്രഹങ്ങൾ നടക്കാതിരിക്കുമ്പോ പ്രത്യേകിച്ചും അതിന് കാരണമായ ആളുകളോട് ദേഷ്യം വരും. അതാണ് കാമാത് ക്രോധോഭിജായതേ.
മനസ്സിലായോ? അതിന്റെ എന്താണ് ക്രമം മനസ്സിലായല്ലോ? ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന് അവയിൽ പ്രീതി വരും, ഒരു ഇഷ്ടം വരും, ആസക്തി രൂപമായ ഇഷ്ടം വരും എന്നാണ്, ഒരു പ്രീതി വരും എന്നാണ് അവർ. അപ്പൊ പ്രീതി ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് തൃഷ്ണ ഉണ്ടാവും, കാമം ഉണ്ടാവും, തൃഷ്ണ ഉണ്ടാവും. ആ തൃഷ്ണ കാരണം എന്താ സംഭവിക്കുക? അത് കിട്ടാതായി കഴിഞ്ഞാൽ അതിന് തടസ്സമായി ഇരിക്കുന്നതിനോടൊക്കെ ദേഷ്യമുണ്ടാവും, ക്രോധം ഉണ്ടാവും എന്നാണ് അവർ. അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടെന്ന് അറിയാമോ? നമ്മളുടെ മനസ്സിന് ധ്യാനിക്കാൻ, ചിന്തിക്കാൻ രണ്ട് വസ്തുക്കളേ ഉള്ളൂ യഥാർത്ഥത്തിൽ എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് രണ്ട് വസ്തുക്കള്? ഒന്ന് ആത്മാവ്. മനസ്സിന് വേണമെങ്കിൽ ആത്മാവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കാം, അതല്ലെങ്കിലോ ഇന്ദ്രിയങ്ങളെ ധ്യാനിച്ചുകൊണ്ടിരിക്കാം. രണ്ടിന്റെ എഫക്റ്റ് രണ്ടാണോ? അല്ല, ഒന്നുകിൽ മനസ്സിന് ആത്മാവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കാം, അതല്ലെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങളെ ധ്യാനിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ പലപ്പോഴും സാധാരണ മനസ്സ് എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവിന്റെ സുഖം എന്താണെന്ന് മനസ്സ് അറിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സ് എളുപ്പത്തിൽ പോകുന്നത് വിഷയസുഖങ്ങളുടെ പിന്നാലെയാണ്. കാരണം അത് വളരെ എളുപ്പത്തിൽ കിട്ടും, വിഷയസുഖങ്ങൾ വളരെ എളുപ്പത്തിൽ കിട്ടും, അല്ലെ? ഇപ്പൊ ഒന്ന് കണ്ണു തുറന്നാൽ മതി, കാഴ്ചയിലൂടെ ഒരു സുഖം, നല്ല കാഴ്ചകൾ കാണുമ്പോൾ ഒരു സുഖം, അതുമാതിരി കേൾക്കുന്നതിലൂടെ ഒരു സുഖം, മണക്കുന്നതിലൂടെ, രുചിക്കുന്നതിലൂടെ, സ്പർശിക്കുന്നതിലൂടെ, ഇതൊക്കെ വളരെ എളുപ്പമാണ് അനുഭവിക്കാൻ. അപ്പൊ അതുകൊണ്ട് ഈ മനസ്സ് എന്ത് ചെയ്യും? അങ്ങനെ വിഷയ ധ്യാനത്തിലേക്ക് പോകും, വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പോകും എന്നാണ് പറയുന്നത്. കാരണം ആത്മാവിന്റെ സുഖം എന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല, അത് അത്ര എളുപ്പത്തിൽ കിട്ടുന്നതല്ല, അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഏതിനെ കുറിച്ചാണോ ധ്യാനിക്കുന്നത്, വിഷയങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്നത്, രണ്ട് കാര്യങ്ങളെ ധ്യാനിക്കുള്ളത്, ഒന്നുമില്ല ഇന്ദ്രിയ വിഷയങ്ങള്, അല്ലെങ്കിൽ ആത്മാവ്. അപ്പൊ ആത്മാവിലേക്ക് അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട്, ഇന്ദ്രിയ വിഷയങ്ങൾ എളുപ്പമായതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അതിനോട് അങ്ങനെ ഏത് വിഷയത്തെ കുറിച്ചാണോ ചിന്തിക്കുന്നത് ആ വിഷയത്തിൽ ഒരു പ്രിയം ഉണ്ടാവും എന്നാണ്, അതിനോട് ഇഷ്ടം കൂടും. അപ്പൊ അത് കൂടുന്തോറും ആ പ്രിയം കൂടിക്കഴിഞ്ഞാൽ പിന്നെന്താ ഉണ്ടാവുക? എനിക്കത് കിട്ടണം എന്നുള്ള തൃഷ്ണ, എനിക്കത് കിട്ടിയേ തീരൂ, എനിക്കത് വേണം. അതാണ് തൃഷ്ണ എന്ന് പറയുന്നത്. വെറും ആഗ്രഹമല്ല തൃഷ്ണ എന്ന് പറയുന്നത്. തൃഷ്ണ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ കുറിച്ച് മനസ്സിലൊരു ആഗ്രഹം വന്നു, പിന്നെ അടുത്ത ചിന്ത എനിക്കതിൽ കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എനിക്കത് കിട്ടണം, അതാണ് തൃഷ്ണാരൂപത്തിലെ കാമം. അതിന് കാമം എന്നാണ് പറയുന്നത്. ആ കാമം മനസ്സിനെ പിടികൂടും. ഇനി ആ കാമം അതിന് തടസ്സം വന്നു കഴിഞ്ഞാലോ, അത് നേടാൻ സാധിച്ചില്ലെങ്കിൽ ഉള്ളിൽ കോപം വരും, ദേഷ്യം വരും. മനസ്സിലാവുന്നുണ്ട്? ഇതാണ് ഇതിന്റെ ക്രമം. അപ്പോ ഈ വിഷയങ്ങളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആ മനസ്സിൽ എന്താ സംഭവിക്കുക? അത് ആത്മാവിൽ നിന്ന് ദൂരെ പോകാൻ ഇടവരും, ആത്മാവിൽ നിന്ന് അകന്നകന്നു പോകും. അപ്പൊ ആത്മാവിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ അതിന് അധപ്പതനമാണ് ഫലം എന്നാണ് പറയുന്നത്. അതിന് ഉയർച്ച ഉണ്ടാവില്ല എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അപ്പൊ ഇനി ഇങ്ങനെ വീണു അല്ലെ, എന്താണ്, താഴേക്ക് വരികയാണ്. വിഷയാധ്യായത പുംസഹ, വിഷയങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്നു, വിഷയങ്ങളോട് സംഘമുണ്ടാവുന്നു, സംഘത്തിൽ നിന്ന് കാമമുണ്ടാവുന്നു, കാമത്തിൽ നിന്ന് ക്രോധമുണ്ടാവുന്നു, അങ്ങനെ താഴേക്ക് വരികയാണ്. ഇനി ഇങ്ങനെ താഴേക്ക് വരുന്ന സമയത്ത് മനസ്സിനെ വീണ്ടും സത്യത്തിലേക്ക് അല്ലെങ്കിൽ ആത്മാവിലേക്ക് തിരിച്ച് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്താ സംഭവിക്കുക എന്നുള്ളത് ഇനി പറയാൻ പോകും. അപ്പൊ നേരത്തെ പറഞ്ഞതൊക്കെ പതനത്തിലെ വീഴ്ചയുടെ ഒരു ക്രമമാണ് പറഞ്ഞത്. ആ വീഴ്ചയിൽ ഏതെങ്കിലും ഘട്ടത്തില് നമുക്ക് വേണമെങ്കിൽ മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് ആത്മാവിലേക്ക് തിരിക്കാം. ഇതാണ് സത്യം എന്ന് പറഞ്ഞാൽ അതിലേക്ക് തിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? എല്ലാവരും കേൾക്കാലോ അല്ലെ? കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഇടയ്ക്ക് റീക്ക കൊണ്ട് തോന്നുന്നു അല്ലെ, ശബ്ദം കൊണ്ട് തോന്നുന്നു അല്ലെ, ഒരു പ്രാവശ്യം വന്നുള്ളൂ നേരത്തെ, ഇപ്പല്ല. നെറ്റ് എന്തോ ഇഷ്യൂ ആണ് തോന്നുന്നു. ഓക്കെ. അപ്പൊ ഇതാണ് അതിന്റെ ക്രമം. അപ്പൊ ഇങ്ങനെ ദേഷ്യത്തിലേക്ക് വരുന്നു. അപ്പൊ ഈ താഴേക്ക് വരുന്ന ഘട്ടങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് വിവേകം ഉണർന്നു കഴിഞ്ഞാൽ, അവബോധം ഉണർന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് ആത്മാവിലേക്ക് കൊണ്ടുവരാം. ഇനി അത് സാധിച്ചില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ആത്മാവിലേക്ക്, സത്യത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ഇനി തുടർന്ന് എന്താ സംഭവിക്കുക എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 63-ാമത്തെ ശ്ലോകം ചൊല്ലിക്കോ. ക്രോധാത് ഭവതി സമ്മോഹാത് സ്മൃതി വിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ താഴേക്ക് വരുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അല്ലെ, ഞാൻ ദേഷ്യത്തിലേക്ക് വരികയാണ്, കാരണം വിഷയങ്ങളെ കുറിച്ച് ധ്യാനിച്ചു, വിഷയങ്ങളെ കുറിച്ച് ആലോചിച്ചു,
ഒരു സംഘം ഉണ്ടായി, സംഘത്തിൽ നിന്ന് കാമമുണ്ടായി, കാമത്തിൽ നിന്ന് ക്രോധമുണ്ടാവുന്നു. അങ്ങനെ താഴേക്ക് വരുമ്പോ ഇടയ്ക്ക് നമുക്ക് അവബോധം വന്നു കഴിഞ്ഞാൽ, ഓർമ്മ വന്നു കഴിഞ്ഞാൽ തിരിച്ച് അതിനെ ആത്മാവിലേക്ക് കൊണ്ടുവരാം. ഇനി അതിന് സാധിച്ചില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെന്താ സംഭവിക്കുക? ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് സ്മൃതി വിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ, ബുദ്ധിനാശാത് പ്രണശ്യതി. ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. എന്താണ്? ക്രോധാത് സമ്മോഹ ഭവതി. ക്രോധം, ദേഷ്യം കാരണം സമ്മോഹം ഉണ്ടാവും. എന്താ ഈ സമ്മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സമ്മോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് ചെയ്യണം എന്ന് ചെയ്യരുത് തിരിച്ചറിയില്ല, വിവേകം ഉണ്ടാവില്ല എന്നർത്ഥം. കാര്യം എന്താണ്, കാര്യമല്ലാത്തത് എന്താന്നുള്ള വിവേകം ഉണ്ടാവില്ല. അങ്ങനെയാണല്ലോ, നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരു ബോധം ഉണ്ടാവില്ലോ, എന്ത് ചെയ്യണം എന്നൊരു ബോധം ഉണ്ടാവില്ല. അപ്പൊ ക്രോധം വന്നു കഴിഞ്ഞാൽ അതിന് സമ്മോഹം എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യണം എന്നറിയില്ല, എന്ത് ചെയ്യരുത് എന്നറിയില്ല, ബോധം നഷ്ടപ്പെടും. അതാണ് സമ്മോഹം, വിവേകം നഷ്ടപ്പെടുന്ന അർത്ഥം. അപ്പൊ ക്രോധം ഉണ്ടായി കഴിഞ്ഞാൽ സമ്മോഹം സംഭവിക്കുന്നു. ക്രോധാത് സമ്മോഹാഭവതി. സമ്മോഹം സംഭവിച്ചു കഴിഞ്ഞാലോ അപ്പൊ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, ഇതിനെക്കുറിച്ചുള്ള വിവരം ഉണ്ടാവും, വിവേകം ഉണ്ടാവില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സമ്മോഹത്തിൽ നിന്ന് എന്താണ്ടാവുക? സ്മൃതി വിഭ്രമ. സമ്മോഹം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓർമ്മ നഷ്ടപ്പെടും, സ്മൃതി മറന്നു. എന്താണ് ഈ സ്മൃതി? എന്തിനെ കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെടുന്നാണ് പറയുന്നത്? ഞാൻ ആരാണ് എന്നുള്ള ഓർമ്മ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതാണ് സ്മൃതി വിഭ്രമം. സ്മൃതി അത് നഷ്ടപ്പെടും, ഞാൻ ആരാണെന്നുള്ള ഓർമ്മ നഷ്ടപ്പെടും. ഇനി അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ, ഞാൻ ആരാണെന്നുള്ള ഓർമ്മ നഷ്ടപ്പെടുക, അത് തത്വസ്മരണ നഷ്ടപ്പെടും, സത്യം എന്താണെന്നുള്ളതിന്റെ ഓർമ്മ നഷ്ടമാവും. അത് നഷ്ടമായി കഴിഞ്ഞാലോ പിന്നെ ബുദ്ധിനാശ. എങ്ങനെയാണ് ബുദ്ധി നശിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, തത്വസ്മരണ, തത്വം എന്താണ്, സത്യം എന്താണെന്നുള്ള ഓർമ്മയില്ലെങ്കിൽ പിന്നെ ബുദ്ധിക്ക് ലക്ഷ്യം നഷ്ടപ്പെടും, ലക്ഷ്യബോധം ഉണ്ടാവില്ല. അപ്പൊ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ബുദ്ധി നശിക്കാൻ ഇടവരും എന്നാണ് പറയുന്നത്. അതാണ് ബുദ്ധിനാശ. ഇനി ബുദ്ധി നശിച്ചു കഴിഞ്ഞാലോ ബുദ്ധിനാശ പ്രണശ്യതി. ബുദ്ധി നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ടോട്ടൽ പതനമാണ്, അധപ്പതനമാണ് സംഭവിക്കുക, പൂർണ്ണമായ നാശമാണ് പിന്നെ സംഭവിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ക്രമം, അല്ലെ? ദേഷ്യം വന്നു കഴിഞ്ഞാൽ, അപ്പൊ തുടക്കം പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, ആദ്യം വിഷയങ്ങളോട് ചിന്തിച്ചു കഴിഞ്ഞു, ആ ചിന്ത കാരണം അതിനോടൊരു സംഘം ഉണ്ടാവുന്നു, ആ സംഘത്തിൽ നിന്ന് കാമം, തൃഷ്ണ, അല്ലെ, എനിക്കത് വേണം, കിട്ടിയേ തീരുന്നുള്ള ആഗ്രഹം വരുന്നു, കാമം ഉണ്ടാവുന്നു. കാമത്തിൽ നിന്ന് അത് കിട്ടാതായി കഴിഞ്ഞാൽ ക്രോധം സംഭവിക്കും. ഇനി ക്രോധം വന്നു കഴിഞ്ഞാലോ പിന്നെ വിവേകം നഷ്ടപ്പെടും, അല്ലെ? സമ്മോഹം, എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്നറിയില്ല. ഇപ്പൊ സമ്മോഹം ഉണ്ടായി. ഇപ്പൊ സമൂഹം വന്നു കഴിഞ്ഞാലോ പിന്നെ സ്മരണ നഷ്ടപ്പെടും. ഞാൻ ആരാണ്, തത്വസ്മരണ, സത്യം എന്താണെന്നുള്ളതിന്റെ ഓർമ്മ നഷ്ടപ്പെടും, ഞാൻ ആരാണെന്നുള്ള ഓർമ്മ നഷ്ടപ്പെടും. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്യബോധമില്ല, അതുകൊണ്ട് ബുദ്ധി നശിക്കാനിട വരും. ബുദ്ധി നാശം വന്നു കഴിഞ്ഞാൽ പതനത്തിന് കാരണമാവും. ഇതാണ് അതിന്റെ ഓർഡർ, ഇതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയുള്ളൂ വിഷയധ്യാനം. ഒന്നാമത്തത് വിഷയങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്നു, സംഘമുണ്ടാവുന്നു, കാമമുണ്ടാവുന്നു, ക്രോധമുണ്ടാവുന്നു, സമ്മോഹം, സ്മൃതിഭ്രംശം, ബുദ്ധിനാശം, പ്രണാശം. പ്രണാശം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ പതനം, പൂർണ്ണമായ നാശം. അതാണ്. അപ്പൊ ഈ സമൂഹം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള വിവേകം ഇല്ലാതാവലാണ്, അല്ലെ? അതിനെ തുടർന്ന് ഞാൻ ആത്മാവാണ്, അത് ഗുരുവാണ് നമ്മൾക്ക് ഉപദേശിച്ചു തന്നിരിക്കുന്നത്, അല്ലെ? ആ ഗുരുവിന്റെ ഉപദേശം, ആ ഒരു സംസ്കാരം, അത് നഷ്ടപ്പെടുന്ന മാത്രമല്ല, ഈ ലൗകിക തലത്തിലും തന്റെ നില എന്താണെന്ന് മറന്നുപോകും. അതുകൊണ്ടാണ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് പൊസിഷനാണെന്നൊക്കെ നമ്മൾ മറന്നുപോകുന്നത്. അതാ. അപ്പൊ സത്യം എന്താന്ന് മാത്രമല്ല മറക്കുന്നത്, യഥാർത്ഥത്തിൽ ഞാൻ ആരാണെന്ന് മാത്രമല്ല അവിടെ ഓർമ്മ ഉണ്ടാവാത്തത്. പിന്നെന്താണ്, ഈ ലൗകിക തലത്തിൽ ഞാൻ ആരാണെന്ന് പോലും മറന്നുപോകും. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കും, അല്ലെ? വല്ലാതെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്ന ആളാന്നുള്ള നില മറന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചു തരും. മനസ്സിലാവുന്നുണ്ടോ? പിടി കിട്ടിയോ? നമ്മളുടെ ആ പൊസിഷൻ പോലും നമ്മൾ മറന്നുപോകും, എന്നിട്ട് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കും. അതാണ് സ്മൃതിഭ്രംശം എന്ന് പറഞ്ഞാൽ. അതാണ്. അപ്പൊ അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ട് തലത്തിലും ബാധിക്കുന്നുണ്ട്. ആധ്യാത്മിക തലത്തിലും ബാധിക്കുന്നുണ്ട്, ലൗകിക തലത്തിലും ബാധിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് തലത്തിലും ആ ലക്ഷ്യബോധം നഷ്ടപ്പെടും. അപ്പൊ ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് ബുദ്ധി മറയും എന്നാണ് പറയുന്നത്. അപ്പൊ അതിലൂടെ എല്ലാ തരത്തിലുള്ള പതനവും ആപത്തും വന്നു ചേരും. അപ്പൊ ഇതാണ് ഈശ്വരനെ മറന്ന് വിഷയങ്ങളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കുക എന്നാണ് പറയുന്നത്. കേൾക്കുന്നുണ്ടോ?
അപ്പൊ വിഷയങ്ങളുടെ പിന്നാലെ പോവാം, ഈശ്വരനെ ഓർമ്മിച്ചുകൊണ്ട് പോവാം, കുഴപ്പമില്ല. ഈശ്വരനാണ് സത്യം, ഇതാണ് സത്യം എന്ന് ഉറപ്പിച്ചുകൊണ്ട്, സത്യം ഓർമ്മ വെച്ചുകൊണ്ട് മറ്റേതിന്റെ പിന്നാലെ പോകാൻ കുഴപ്പമൊന്നുമില്ല ലൈഫ്യത്തിന്റെ. നേരെ മറിച്ച് ഈശ്വരനെ മറന്നുകൊണ്ടാണ് വിഷയധ്യാനത്തിലേക്ക് പോകുന്നതെങ്കിൽ അതിന്റെ അവസാനം ഇതായിരിക്കും എന്നാണ് പറയുന്നത്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, നേരത്തെ തുടക്കത്തിൽ പറഞ്ഞാൽ ഒരു നിവൃത്തി മാർഗവും പ്രവൃത്തി മാർഗവും. നിവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ ആത്മാവിലേക്ക് ശ്രദ്ധ തിരിക്കല്, നമ്മളുടെ സോഴ്സിലേക്ക് വരലാണ് നിവൃത്തി മാർഗം. പ്രവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ സോഴ്സിൽ നിന്ന് വിട്ട്, നമ്മളിൽ നിന്ന് വിട്ട് നമ്മള് പ്രവൃത്തി പണിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. അതിന് പ്രയോമാർഗം എന്നാണ് പറയുക. അതാണ് ശ്രേയസ്സും പ്രേയസ്സും. ആത്മാവിലേക്ക്, നമ്മളുടെ ഉറവിടത്തിലേക്ക് വരുന്നത് ശ്രേയസ്, അതിൽ നിന്ന് അകന്നു പോകുന്നത് പ്രേയസ്. അപ്പൊ പ്രേയസിന്റെ അവസാനം ഇങ്ങനെയാണ് എന്നാണ് പറയുന്നത്. അപ്പോ ഈ വിഷയധ്യാനത്തിന്റെ അവസാനം, വിഷയങ്ങളെ കുറിച്ച് ധ്യാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവസാനം ഇതാണെങ്കിൽ, തിരിച്ച് ആത്മാവിനെയാണ് ധ്യാനിക്കുന്നതെങ്കിൽ നമ്മൾ ഉയരല്ല വേണ്ടത്, അല്ലെ? നേരെ ഓപ്പോസിറ്റ് ആണ്. ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളങ്ങനെ താഴേക്ക് അങ്ങനെ പോകും. നേരെ മറിച്ച് തിരിച്ച് ആത്മാവിനെയാണ് ധ്യാനിക്കുന്നെങ്കിലോ അതും ഉയരും. അതിനും ഒരു ക്രമമുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത പദ്യങ്ങളിൽ നമ്മള് ആത്മാവിനെ കുറിച്ച് ധ്യാനിക്കുന്ന ആളുകൾക്ക് എന്താണ് സംഭവിക്കുക എന്നാണ് പറയാൻ പോകുന്നത്. അത് നമുക്ക് നാളെ നോക്കാം. അടുത്ത സെഷനിൽ നമുക്ക് നോക്കാം. നാളെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. റൈറ്റ്. കണ്ണുകൾ അടച്ചു വയ്ക്കൂ. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു, നട്ടല് നിവർന്നിരിക്കുന്നു, കൈകൾ മടിമേൽ മലർത്തി വയ്ക്കും. ദീർഘമായ ശ്വാസം എടുക്കൂ. സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കട്ടെ. പൂർണ്ണമായ വിശ്രമം. ഓം സം സമിത്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇളസ്പദേ സമിധ്യസേ സനോ വസൂന്യാഭര സംഘച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതി സമാനീ സമാനം മനഃ സഹ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആകൂതിഃ സമാനാ ഹൃദയാനിവഹ സമാനമസ്തു വോ മനോ യഥാ വസ്തു സഹാസതി. നമോ ബ്രഹ്മണേ നമോ വസ്ത്വഗ്നയേ നമഃ പൃഥവ്യേ നമഃ ഓഷധിഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തുറക്കാം.